ഗുഡ് മോർണിംഗ്. നമ്മൾ സെക്കൻഡ് ഇയറിലായി പ്രീമിയർ കോളേജിൻ്റെ +2 കെമിസ്ട്രി ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ചെറുക്കെ പരിചയമുണ്ട്. വളരെ ഒരു പുതിയ രീതിയിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുത്തു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സക്സസീവായിട്ട് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് ആൻസർ ഞാൻ തിരിച്ച് വാട്സപ്പിൽ തരാം. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് പ്രാവശ്യം പഠിക്കണം. പക്ഷെ വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. അപ്പം നമുക്കറിയാം സോളിഡിനെ കുറിച്ച് അല്ലേ. എന്താ സോളിഡ് എന്ന് പറയുമ്പോൾ? അതായത് വളരെ അടുക്കി പാർട്ടിക്കിളുകൾ വളരെ ചേർന്ന് ഒന്നിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് ആണ് സോളിഡുകളിലുള്ളത് അല്ലേ. പാർട്ടിക്കിളുകളെല്ലാം വളരെ ക്ലോസ് ആയിട്ട് വെൽ പാക്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സോളിഡ്. അപ്പോൾ ആ സോളിഡ് എത്ര തരത്തിലുണ്ട്, അവര് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. സോളിഡ് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിറ്റ്, ഷേപ്പ്, വോളിയം, മാസ്, ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ് അല്ലേ. ഇത്രയുമല്ലേ നമ്മുടെ സോളിഡിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അതൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ 8ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സോളിഡ്സിൽ നമുക്ക് പറഞ്ഞു പോവാം. കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ക്ലോസ്ലി. അത് മാത്രം നമുക്ക് മതി. പാർട്ടിക്കിളുകൾ വളരെ കുഞ്ഞനായിട്ട് അടുത്തടുത്തായിട്ട് ഒരു ശകലം പോലും സ്ഥലം വിടാതെ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഈ സോളിഡിനെ നമുക്കൊന്ന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇപ്പൊ സോളിഡുകളെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്നാമത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, രണ്ടാമത്തത് അമോർഫസ് സോളിഡ്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ദാ ബോർഡിൽ വരച്ചിട്ടിട്ടുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്. നോക്കിയേ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതിനകത്ത് പാർട്ടിക്കിൾ നിൽക്കുന്നുണ്ടോ? വളരെ ക്ലോസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് നമ്മുടെ അസംബ്ലിക്കൊക്കെ കുട്ടികൾ നിൽക്കുന്നത് എങ്ങനെയാ? എല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു നിരയായിട്ട് റെഗുലർ ആയിട്ടും ഓർഡർ ആയിട്ടും ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സോളിഡിൽ പാർട്ടിക്കിളുകൾ നിൽക്കുന്നത് കണ്ടാൽ അവരെ വിളിക്കേണ്ട പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ നമുക്ക് പറയാം, ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾ പൊസസ് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ്. എങ്ങനെ? അസംബ്ലിക്ക് കുട്ടികൾ നിൽക്കുക അല്ലേ. ഇനി എടുത്തൊന്ന് മാറ്റിയേ, നമുക്ക് തിരിച്ച് നമുക്ക് ഇന്റർവെല്ലിന് കുട്ടികൾ നിൽക്കുന്നത് നോക്കാം. ഇന്റർവെല്ലിൽ നിന്ന് റെഗുലർ ഓർഡറുമായിട്ടാണോ? അവർക്കൊക്കെ തോന്നുന്ന സ്ഥലത്തൊക്കെ പോയി നിൽക്കും അല്ലേ. അപ്പോ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഇല്ലാത്ത സോളിഡുകളെ നമുക്ക് വിളിക്കാം അമോർഫസ് സോളിഡ്. മനസ്സിലായോ? ഇവിടെ നോക്കി, ക്രിസ്റ്റലൈൻ സോളിഡ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ പൊസസ് എ റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ്. അമോർഫസ് സോളിഡ് നോക്കി, constituent particles do not possess a regular orderly arrangement അല്ലേ. അപ്പോ നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡിന്റെയും എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയോണിക് സോളിഡുകളെല്ലാം നമ്മുടെ അടുക്കളയിൽ ഉപ്പുണ്ട്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, മെറ്റൽസ്, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാം. കാരണം കൃത്യമായിട്ട്, അതായത് വളരെ അടുക്കി പാർട്ടിക്കിൾ വളരെ രസമായിരിക്കും അസംബ്ലിക്ക് കുട്ടികൾ നിൽക്കണം പോലെ നിൽക്കുന്നത്. അവർ ക്രിസ്റ്റലൈൻ സോളിഡ് ഒരുപാടുണ്ട്. ഇനി അമോർഫസ് സോളിഡ് ഇറഗുലർ അറേഞ്ച്മെന്റ് അല്ലേ. പാർട്ടിക്കിൾസ് ഡു നോട്ട് പൊസസ് എ റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ്. അവരെ ഒന്ന് എടുത്താലോ. അമോർഫസ് അല്ലേ, ആക്രി സാധനങ്ങൾ എന്ന് പറഞ്ഞു, തീർന്നു പ്രശ്നം. അതായത് റബ്ബർ, പ്ലാസ്റ്റിക്, മൈക്ക, പേപ്പർ തുടങ്ങിയവയൊക്കെ ആക്രി സാധനങ്ങളല്ലേ. അവരിലൊന്നും പാർട്ടിക്കിളുകൾക്ക് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡുകളുടെയും ഇടയിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഉപ്പ് എടുക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് ഉപ്പോ അല്ലെങ്കിൽ ഇരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പുറത്ത് നിന്ന് ഞാൻ റബ്ബർ എടുക്കാൻ പോവാണ്. ഏതാ? അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റബ്ബറും എടുക്കാം. എന്നിട്ട് പണി തുടങ്ങാം. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു,
ഏതാ? ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ പാർട്ടിക്കിളുകളിൽ റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് പറയാം അതിന് ലോങ് റേഞ്ച് ഓർഡർ ആണുള്ളത്. വളരെ ദൂരെ വരെ ഒരുപോലെ ഓർഡർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾ ഉള്ളത്. എന്നാൽ റബ്ബറിനോ ചില സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടിക്കിൾ ചിലപ്പം നമ്മൾ ഇന്റർവെൽ നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ ചിലർ അടുത്തടുത്തൊക്കെ നിൽക്കും. അപ്പൊ ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടെന്ന് തോന്നും. പക്ഷെ മൊത്തത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവും? ഇല്ല. അപ്പോ അയാൾക്ക് നമുക്ക് കൊടുക്കാം ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ആണ്. വളരെ ദൂരെ വരെ ഒരുപോലെയാണ് പാർട്ടിക്കിളുകൾ അടുക്കിയിരിക്കുന്നത്. അമോർഫസ് സോളിഡ് റബ്ബറിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. കുറച്ച് ആ സ്ഥലത്തൊക്കെ ഓർഡർ ഉണ്ടാവുന്ന വെച്ചാൽ മൊത്തമൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്തതോ ഉപ്പ്. നിങ്ങളടുത്തൊന്ന് ചൂടാക്കി നോക്കി, ഉരുകത്തില്ല. ഒരു കാരണവശാലും വെള്ളത്തിലേക്കും, അത് വേറെ കാര്യം. അല്ലാതെ ഉപ്പിനെ നമുക്ക് ഉരുകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് പറയാം ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് അല്ലേ? അപ്പൊ അപ്പുറത്ത് വരുമ്പോഴും റബ്ബറിനും എപ്പോ ഉരുകിന്ന് ചോദിച്ചാൽ മതി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാം നോ ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അടുത്തത് ഉപ്പിന്റെ കാര്യം, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് നോക്കാം. എന്താ ഈ ഹീറ്റ് ഓഫ് ഫ്യൂഷനും മെൽറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം ഈ എവാപ്പറേഷൻ, നമ്മൾ തുണി കഴുകിയിടല്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ട്, അവിടെ നോർമൽ ടെമ്പറേച്ചറിൽ എവാപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ലേ? സാധാരണ അതൊന്നും 100 ഡിഗ്രി സെൽഷ്യസിന് മേളൊന്നും ആയിട്ടല്ല നമ്മുടെ ഷർട്ടിൽ നിന്ന് വെള്ളം വേപ്പറായിട്ട് പോകുന്നത്. അപ്പോ എവാപ്പറേഷനും ബോയിലിങ്ങോ, നമ്മൾ ചായ തിളപ്പിക്കില്ലേ, വെള്ളം തിളപ്പിക്കില്ലേ, അത് 100 ഡിഗ്രി സെൽഷ്യസും വേണം. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റും ഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഫിനോമിനയാണ്, അതായത് ഉപരിതലത്തിൽ മാത്രം നടക്കുന്നു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് ഫിനോമിനയാണ്, അത് മൊത്തത്തിൽ നടക്കുന്നു അല്ലേ? വെള്ളം തിളപ്പിക്കുമ്പോൾ അടിയിൽ നിന്ന് തന്നെ മുകളിലോട്ട് വന്നു. പക്ഷെ നമ്മുടെ ഷർട്ട് ഉണക്കാനിടുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുപോലെ മെൽറ്റിംഗ് പോയിന്റും ഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒന്നൊരു സർഫസ് ഫിനോമിനയും ഒന്നൊരു ബൾക്ക് ഫിനോമിനയുമാണ്. അപ്പോൾ നമുക്ക് പറയാം ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആർക്കായിരിക്കും ഉള്ളത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലേ? ഭയങ്കര ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അതിനെ ഉരുക്കാൻ പറ്റുള്ളൂ അല്ലേ? മറ്റേ കോപം നോ ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ദേ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് പാർട്ടിക്കിൾ അടുക്കിയിരിക്കുന്ന വരച്ചിട്ടുണ്ട്. ലോങ് റേഞ്ച് ഓർഡർ ആണുള്ളത്. മറ്റവർക്ക് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. മറ്റവർക്ക് അമോർഫസ് സോളിഡ്സിന് നോ ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അവിടെ നോട്ട് അങ്ങ് എഴുതിയാൽ മതി. അടുത്ത് നോക്കിയേ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. മനസ്സിലായല്ലോ ഫ്യൂഷനും മെൽറ്റിംഗ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ്? ഇത് സർഫസും ഇത് ബൾക്ക് ഫിനോമിനയാണ്. മറ്റേ അത് നോ ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് പറഞ്ഞു കിടക്കുന്നുണ്ടോ റെഗുലർ ക്ലേവേജ്. എന്താ ഈ റെഗുലർ ക്ലേവേജ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഉപ്പെടുത്ത് പൊടിച്ചു അവൻ്റെ ഏറ്റവും ചെറിയ തരിയിലെത്തിയാലും അയാളിലെ പാർട്ടിക്കിളുകളുടെ അടുക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ തന്നെയായിരിക്കും നമുക്ക് അവസാനത്തെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതായത് കൃത്യമായി മുറിഞ്ഞു മാറുക. അതായത് നമ്മൾ ഉപ്പിനെ എത്ര പൊടിയാക്കി നമ്മളങ്ങ് ഏറ്റവും പൊടിയെടുത്ത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചാലും ശരി, അത് നിങ്ങൾ നോക്കിക്കോ മൈക്രോസ്കോപ്പിൽ കൂടി, അതിനൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോ റെഗുലർ ക്ലേവേജ് മീൻസ് കൃത്യമായി മുറിയുന്നു. മറ്റേ ആക്കോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇറഗുലർ ക്ലേവേജ് ആണല്ലോ. ഇറഗുലർ ക്ലേവേജ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല, തോന്നുന്ന പോലൊക്കെ മുറിഞ്ഞു മാറും. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് നിലത്തിട്ട് കഴിഞ്ഞാൽ അത് പല പീസായിട്ട് പല രീതിയിലായിരിക്കും മുറിഞ്ഞു മാറുന്നത്. ആ ഗ്ലാസിന്റെ അവസാനത്തെ പീസ് വരെ അല്ലെ പ്ലാസ്റ്റിക്കിന്റെ അവസാനത്തെ പീസ് വരെ ഒരേപോലെ സ്ട്രക്ചർ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ അമോർഫസ് സോളിഡാണ്. അമോർഫസ് സോളിഡിന് റെഗുലർ ക്ലേവേജ് അല്ലെങ്കിൽ ഇറഗുലർ ക്ലേവേജ് ആണുള്ളതെന്ന് പറയാം. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റെഗുലർ ക്ലേവേജ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദേ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ, അനൈസോട്രോപിക്. അനൈസോട്രോപിക് എന്താണ്? അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? നമ്മുടെ കണ്ടക്ടിവിറ്റി അല്ലെ, കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ ലൈറ്റിനെ കടത്തിവിടുന്നത് ട്രാൻസ്പെറന്റ് ആണോ, അങ്ങനെയുള്ളത്, അങ്ങനെയൊക്കെയുള്ള, അതായത് ലൈറ്റിന്റെയും കറണ്ടിന്റെയും ഒക്കെ അല്ലെങ്കിൽ ഹീറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടീസ്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്
ഡിഫറെന്റ് ആയിരിക്കും ഡിഫറെന്റ് സ്ഥലങ്ങളിൽ. ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. അത് മനസ്സിലാക്കാൻ എളുപ്പമായി പറയാം. ആ റബ്ബർ എടുത്തിട്ട് നമ്മൾ കറണ്ട് കെട്ടിവിട്ടു, എതിലേക്കൂടെങ്കിലും കറണ്ട് പാസ് ചെയ്യും? ഇല്ല. പ്ലാസ്റ്റിക്കിനകത്തൂടെ? ഇല്ല. നോക്കണ്ട, ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുമ്പോൾ, റബ്ബറും പ്ലാസ്റ്റിക്കും ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ട് കടത്തിവിടാൻ പറ്റില്ല. പറ്റുമോ? ഇപ്പൊ കണ്ടക്ടിവിറ്റി ഒരുപോലെയാണ് എല്ലാ സ്ഥലത്തും. ആ ഒരു റബ്ബർ എടുത്ത് വെച്ചിട്ട് അപ്പുറം നോക്കി നമുക്ക് കാണാൻ പറ്റുമോ? അത്യാവശ്യം തിക്നെസ് ഉള്ളത്? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിന്റെ ട്രാൻസ്പെറൻസി അല്ലാതെ ഒപ്പേക്കാണ് അല്ലേ? അപ്പോൾ റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയവയ്ക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വിളിക്കാം ഐസോട്രോപിക്. പക്ഷെ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സോ ആ ഡിഫറെന്റ് സ്ഥലത്ത് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡിസസ്, അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി, ചിലയിടം ട്രാൻസ്പെറന്റ് ആയിരിക്കും, ചിലയിടം എന്താ പറയണേ ഡിസ്പേർഷൻ നടക്കും. ലൈറ്റ് നമുക്ക് ഡയമണ്ട് കാര്യമൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്. എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലായിടത്തും ഒരുപോലെയുള്ളവരെ ആണ് അമോർഫസ് സോളിഡ്. അതുകൊണ്ട് ഈ അമോർഫസ് സോളിഡിനെ നമുക്ക് വിളിക്കാം ഐസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വിളിക്കാം അനൈസോട്രോപിക്. അപ്പൊ ഒന്നുകൂടെ നോക്കി, കൃത്യമായിട്ട് അറിയാലോ. അതിപ്പോ ഇനി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇനി നമുക്ക് കുറച്ച് ഒരു ആപ്ലിക്കേഷനിലോട്ടൊന്ന് പോയാലോ. ഈ അമോർഫസ് സോളിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്, നമ്മുടെ ഈ അമോർഫസ് സോളിഡിനെ ഒരു പേര് വിളിക്കാറുണ്ട്. എന്താണെന്ന് അറിയാം? സ്യൂഡോ സോളിഡ്സ്. എന്ന് വെച്ചാൽ സോളിഡ് ആണെന്ന് നമുക്ക് തോന്നും അല്ലെ? നമ്മൾ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ആണെന്നാ തോന്നുന്നു. റബ്ബർ കണ്ടാൽ നമുക്ക് സോളിഡ് ആണെന്നാ തോന്നുന്നു. പക്ഷെ ഇവരൊന്നും ശരിക്കും അസോളിഡ് അല്ല, കള്ള സോളിഡുകളാണ്. സോളിഡ് പോലെ തോന്നും, പക്ഷേ സോളിഡിന്റെ സ്വഭാവമൊന്നും. അതുകൊണ്ട് അമോർഫസ് സോളിഡ്സിനെ നമുക്ക് വിളിക്കാം സ്യൂഡോ സോളിഡ്സ്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് വിളിക്കാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്. എന്താ കാര്യം എന്നറിയാമോ? ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. അവർക്ക് ഒഴുകുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. നമ്മളിപ്പോഴും അങ്ങനെയല്ല. ഈ ബൾബൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ, ഗ്ലാസ് ഊതി വീർപ്പിച്ചിട്ടാണ് ബൾബ്. ഏറ്റവും വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഏറ്റവും കൂടി, നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ? അപ്പോൾ ഏറ്റവും വിസ്കോസിറ്റി കൂടിയ ഒരു ലിക്വിഡാണ് ഗ്ലാസ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ. ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. അവർക്ക് ഒഴുകുവാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അമോർഫസ് സോളിഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ നോട്ട് സോളിഡ്സ്, ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. അവർക്ക് ഒഴുകുവാനുള്ള ഒരു പ്രവണത ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. നമ്മുടെ ഈ പഴയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ കൊട്ടാരങ്ങൾ, പഴയ രാജകൊട്ടാരങ്ങൾ, പുരാതന കാലത്ത്, അവരുടെയൊക്കെ ഒരു ആ ജനലിന്റെ ആ ഗ്ലാസ്സിൽ അതിന്റെ അടിഭാഗത്തിന് തിക്നെസ് കൂടുതലായിരിക്കും. നമ്മൾ ജനലൊക്കെ ഉണ്ടാക്കില്ലേ, വീട്ടിലെ ജനൽ, അതിന്റെ അടിഭാഗം എടുത്ത് നോക്കുമ്പോൾ ഈ കൊട്ടാരത്തിന്റെ ഒക്കെ അടിഭാഗത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, കൊട്ടാരത്തിന്റെ ജനലിന്റെ ഒക്കെ അടിഭാഗം നോക്കി കഴിഞ്ഞാൽ ഗ്ലാസിന്റെ അടിഭാഗം ഭയങ്കര കട്ടി കൂടിയതായിട്ടായിരിക്കും. എന്താ കാര്യം എന്നറിയാം? ഇത് തന്നെയാണ്, സ്യൂഡോ സോളിഡ് ആയതുകൊണ്ടാണ് ഗ്ലാസ്. കാരണം ഇതിനൊരു ടെൻഡൻസി ഉണ്ട് ഒഴുകുവാനെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത രീതി പെട്ടെന്ന് അങ്ങ് ഒഴുകി മാറുമെന്നല്ല, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഈ ഗ്ലാസിന്റെ പാർട്ടിക്കിളുകൾ ഒഴുകുന്നുണ്ട്. വളരെ നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഗ്ലാസ്, ആ വിൻഡോ പെയിനുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗം കട്ടി കൂടിയിരിക്കുന്നതായിട്ട് മനസ്സിലാകും. അതിന് കാരണം എന്താ? ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ്, ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ. ഇറ്റ്സ് എൻ അമോർഫസ് സോളിഡിന്റെ പ്രത്യേകതയാണ്. അപ്പം പഴയ രാജകൊട്ടാരങ്ങളുടെയൊക്കെ വിൻഡോ പെയിന്റെ അടിഭാഗം കട്ടി കൂടിയിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് is an amorphous solid, it has a tendency to flow. മനസ്സിലായി? ഇനി നമുക്ക് വേറൊരാളെ നോക്കാം. അമോർഫസ് സിലിക്ക. സിലിക്ക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മണ്ണൊക്കെ അല്ലേ സിലിക്ക എന്ന് പറയുന്ന സാധനം. അതിന് സിലിക്കയുണ്ട്, അമോർഫസ് ആയിട്ടുള്ളതുണ്ട്. ഇയാളുടെ പ്രത്യേകത എന്തായിരിക്കും? അമോർഫസ് സിലിക്ക എന്ന് പറയുന്ന സാധനം ഒരു ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ ആണ്. എന്താ ഈ ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ? ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, വോൾട്ടായിക് എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലേ? അപ്പോൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാക്കുന്ന ആളാണ് ആര്? അമോർഫസ് സിലിക്ക. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ. അപ്പോൾ അമോർഫസ് സോളിഡുകളെ കുറിച്ച്, അതിന്റെ ആപ്ലിക്കേഷനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി കേട്ടു നോക്കുക. ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നൊന്ന് വായിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ, അപ്പുറത്ത് അമോർഫസ് സോളിഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഇയാൾക്ക് ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, അപ്പുറത്ത് നോ ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അത് മറക്കരുത്.
ഫ്യൂഷനും മെൽറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. അപ്പുറത്ത് നോ ഡെഫിനിറ്റ് ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇത് കഴിഞ്ഞിട്ട് റെഗുലർ ക്ലെവേജ് കൃത്യമായി മുറിയുന്നു അല്ലേ? അപ്പോ റെഗുലർ ക്ലെവേജ് ആണുള്ളത്, അപ്പുറത്ത് ഇറഗുലർ ക്ലെവേജ് ആണുള്ളത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്, എന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് പാർട്ടിൽ ഡിഫറെന്റ് ആണ്. അമോർഫസ് സോളിഡോ ഐസോട്രോപിക് ആണ്, എന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ്, പിന്നെ ആപ്ലിക്കേഷനും. ഓക്കെ, അത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കുക. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത പാർട്ടി. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ് അല്ലെങ്കിൽ മോളിക്കുലാർ സോളിഡ്. ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് പഠിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് ടുവില് ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിയത്തില്ലെങ്കിൽ ഇനി ചാപ്റ്റർ നമ്മൾ പഠിക്കാനേ പറ്റില്ല. നോക്കാം എന്താണ് യൂണിറ്റ് സെൽ. എന്താണ് യൂണിറ്റ് സെൽ? ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പാർട്ടിക്കിളുകളൊക്കെ ചേർന്നിട്ടാണ് സോളിഡ് ഉണ്ടാവുന്നതെന്നും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു സാധനം കൂടി നമ്മൾ എടുക്കുന്നു. സ്കൂൾ ഉണ്ടാകുന്നത് കുട്ടികൾ ചേർന്നിട്ടല്ലേ? അത് ഓക്കെ, അത് സംബന്ധിച്ച് നമുക്കറിയാം. അതുപോലെ ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. കുട്ടികൾ വന്ന് ചേർന്നിട്ട് ക്ലാസ്സുകളായി മാറും. ഈ ക്ലാസ്സുകൾ നീളത്തിലും, സ്കൂളിൽ ഉണ്ടാവുമല്ലോ, നിരയായിട്ട് ക്ലാസ് ഉണ്ടാവുമല്ലോ, വീതിയിലും അങ്ങോട്ട് ക്ലാസ് ഉണ്ടാവുമല്ലോ, ഉയരത്തിലും മുകളിലോട്ട് ക്ലാസ്സില്ല, രണ്ടാമത്തെ ഇല്ലേ. അപ്പോൾ കുട്ടികൾ വന്ന് ക്ലാസ്സുകളായി മാറുന്നു. സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ലാസ്സുകൾ നീളത്തിലും വീതിയിലും ഉയരത്തിലും ചേർന്നിട്ടാണ് സ്കൂൾ ഉണ്ടാകുന്നത്. മനസ്സിലായി? നീളവും വീതിയും ഉയരവും ആകുമ്പോൾ നമുക്കൊരു പേര് വിളിക്കാം, 3 ഡയമെൻഷണൽ അല്ലേ? അപ്പോൾ പാർട്ടിക്കിളുകൾ ചേർന്ന് ക്ലാസ്സുകളായി മാറുന്നു. ക്ലാസ്സുകൾ 3 ഡയമെൻഷണലായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടാണ് സ്കൂൾ ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ സ്കൂൾ മാറ്റി സോളിഡ് ആക്കി, ക്ലാസ് ആണ് നമ്മുടെ യൂണിറ്റ് സെൽ. നോക്കിയേ, യൂണിറ്റ് സെൽ. ആദ്യം പാർട്ടിക്കിളുകൾ ചേർന്നിട്ട് യൂണിറ്റ് സെല്ലായിട്ട് മാറുന്നു. കണ്ടോ, ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് ക്യൂബ്. ഈ യൂണിറ്റ് സെല്ലുകൾ 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ക്രിസ്റ്റലുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. വാട്ട് ഈസ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പാർട്ട് ഓഫ് എ ക്രിസ്റ്റൽ which is repeated in 3-dimensional manner give the crystal. Unit cell is the smallest repeating part of a crystal which is repeated in 3-dimensional manner give the crystal. അതായത് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിന്റെ ആവർത്തിക്കപ്പെടുന്ന അടിസ്ഥാന കണികയാണ്. അത് നീളത്തിലും വീതിയിലും ഉയരത്തിലും അടുക്കിയിട്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഞാനിവിടെ ഒരു യൂണിറ്റ് സെല്ല് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് പോയിന്റ്, LATTICE പോയിന്റ്. നോക്കി, ലാറ്റിസ് പോയിന്റ് നിങ്ങൾ നോക്കി. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന യൂണിറ്റ് സെല്ലിന് എത്ര പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8. ഈ ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിളുകൾ ഇരിക്കുന്ന സ്ഥലത്തെ നമുക്ക് വിളിക്കാം ലാറ്റിസ് പോയിന്റ്. അപ്പോൾ the space occupied by a constituent particle in a crystal is known as lattice point. ക്ലാസ്സിൽ കുട്ടിയിരിക്കുന്ന സ്ഥലം, ഒരു കുട്ടിയിരിക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിളിക്കാം ലാറ്റിസ് പോയിന്റ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ്. അതെന്താ അത്? അപ്പോൾ ഒരു കുട്ടി ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു ക്രിസ്റ്റലിനകത്ത് ഇരിക്കുന്ന സ്ഥലം ലാറ്റിസ് പോയിന്റ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിനൊരു വലിയ അർത്ഥമാണുള്ളത്. കാരണം ഈ യൂണിറ്റ് സെല്ലുകൾ 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ മില്യൺസ് ഓഫ് പാർട്ടിക്കിളുകൾ ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അവരുടെ ഓരോ പാർട്ടിക്കിളുകളും ഇരിക്കുന്ന സ്ഥലം ഓരോ ലാറ്റിസ് പോയിന്റ് ആണ്. ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്താലോ, എങ്ങനെയാ സോളിഡുകളെ കുറിച്ച് സയന്റിസ്റ്റുകൾ പഠിക്കുന്നത്? അതിനകത്തൂടെ എക്സ്റേ കടത്തിവിട്ടു. അവർ എക്സ്റേ കടത്തിവിടുമ്പോൾ ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്ഥലം അവർക്ക് എന്താ, നമ്മുടെ ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് മാതിരിയുള്ള ഒരു അറേഞ്ച്മെന്റ്. ഇപ്പൊ ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്നില്ലേ, അതെങ്ങനെയാ നിൽക്കുക? അതായത് ഈ മൊത്തത്തിലുള്ള ക്രിസ്റ്റലിനകത്തെ പാർട്ടിക്കിളുകളെല്ലാം നമ്മൾ എക്സ്റേ സ്റ്റഡി നടത്തിയാൽ അതുപോലെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് മൊത്തത്തിൽ ചേർത്ത് പറയുന്ന പേരാണ് സ്പേസ് ലാറ്റിസ് ഓർ
ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ സ്പേസ് ലാറ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ the three-dimensional arrangement of lattice points in space. അതായത് മൊത്തത്തിലുള്ള ലാറ്റിസ് പോയിന്റുകളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒന്ന് ചേർത്ത് നമുക്ക് വിളിക്കാം സ്പേസ് ലാറ്റിസ് ഓർ ക്രിസ്റ്റൽ ലാറ്റിസ്. മനസ്സിലായല്ലോ? യൂണിറ്റ് സെല്ല്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു യൂണിറ്റ് സെല്ലിന് എന്തൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു യൂണിറ്റ് സെല്ലിന് എന്തൊക്കെ ഉണ്ടാവും. അപ്പം അതിന് ഞാനൊരു ബോക്സ് എടുക്കാം, നിങ്ങൾക്ക് എടുക്കാം, വീട്ടിൽ തീപ്പെട്ടി എടുക്കാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് മരുന്നിൻ്റെ ഒക്കെ മേടിക്കുന്നതിൻ്റെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചോപ്പ് ബോക്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കട്ട എടുക്കാം, എന്ത് വേണേലും എടുക്കാം, അല്ലെങ്കിൽ ബുക്ക് വേണേലും എടുക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെ ഒരു യൂണിറ്റ് സെല്ലാക്കി മാറ്റുക. കണ്ടോ? അത് ലൈക്ക് ഒരു ക്യൂബ് പോലെ ആക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യൂബ് പോലെയുള്ള ഒരു സാധനം നിങ്ങൾ എടുക്കുക, എടുത്തിട്ട് എണ്ണി നോക്കിയാൽ മതി ഒരു യൂണിറ്റ് സെല്ലിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കി, ഇതൊരു ക്യൂബാണ്, ഇതൊരു യൂണിറ്റ് സെല്ലാണ് എങ്കിൽ ആദ്യം നമുക്ക് നോക്കാം അതിന് എത്ര കോർണർ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 8 കോർണർ ഉണ്ടാവില്ലേ? ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അപ്പോൾ ക്യൂബിന് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിനും അതുപോലെ തന്നെ 8 കോർണറുകൾ ഉണ്ട്. ഇനി എത്ര ഫേസ് ഉണ്ടാവും? ഫേസ് എന്ന് വെച്ചാൽ ഇത്, അത് എത്ര ഭാഗം ഉണ്ടാവും? 1, 2, 3, 4, 5, 6 എണ്ണി നോക്കി. തീപ്പെട്ടി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഒരു കട്ട എടുത്ത് വെച്ചിട്ട് എണ്ണി നോക്കിയാൽ മതി. ഫേസ് എത്ര ഉണ്ടാവും? ഇതാണ് ഫേസ്. കേട്ടോ? 1, 2, 3, 4, 5, 6 6 ഫേസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഒരു യൂണിറ്റ് സെല്ലിന് 8 കോർണർ ഉണ്ട്, 6 ഫേസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം എത്ര ബോഡി സെന്റർ ഉണ്ട്. ബോഡി സെന്റർ മീൻസ് അകഭാഗം, ഒരെണ്ണം അല്ലാതെ ഉള്ളൂ. അതായത് ഇതിനകത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ബോഡി സെന്റർ. അപ്പോൾ നമുക്ക് ആ ഒരു യൂണിറ്റ് സെല്ലിനെ കുറിച്ച് ഏകദേശം അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അറിയാം. അയാൾക്ക് ആ 8 കോർണർ വേണം. 8 കോർണർ ഉണ്ടെങ്കിൽ 6 ഫേസ് ഉണ്ടാവും, ഒരു സെന്റർ ഓഫ് ദി ബോഡി ഉണ്ടാകും. യൂണിറ്റ് സെല്ലിനെ കുറിച്ച് അത്രയും കാര്യം നമ്മൾ അറിയാം. ഇനി നമുക്ക് പോകുന്നത് റെപ്രസെന്റേഷൻ ഓഫ് എ യൂണിറ്റ് സെൽ. നന്നായിട്ട് മനസ്സിലായല്ലോ. സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ ക്രിസ്റ്റൽ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഇൻ 3-dimensional manner if the crystal lattice point is the space occupied by a particle in crystal, and the entire 3-dimensional arrangement of lattice points in space is known as space lattice or crystal lattice. And then again we have to move towards the closed idea of a unit cell, and it is a unit cell has 8 corners, right? 6 faces, there 1 center of the body, right? Okay, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ.